ഉത്സവ ഗാനം കേൾക്കാം. നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് ശകുന്തള ടീച്ചറെ ആമുഖ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2021 ജൂൺ 1 നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കും. കൂട്ടുകാരെ കാണാതെ, സ്കൂളിൽ കാത്തിരിക്കുന്ന അധ്യാപകരെ കാണാതെ ഒരു അധ്യയന വർഷം കൂടി തുടങ്ങുന്നു. സ്കൂൾ തലം കഴിഞ്ഞാൽ ക്ലാസ് തല പ്രവേശനോത്സവം നടത്തുന്നുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിച്ച് എല്ലാവർക്കും സ്കൂളിലെത്തി പഠനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായാണ് കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിൽ ഓൺലൈൻ ആയാണ് ഇത്തവണ പ്രവേശനോത്സവം നടത്തുന്നത്. സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിലെ മുഖ്യാതിഥിയും ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പറുമായ ശ്രീ E.T. മുഹമ്മദ് ബഷീർ അവരുടെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനുമോൾ മാഡത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജീന മേഡത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോബിയ റഹ്മാനെ സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MT ഗീത മേഡത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന ആനക്കര ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ TC രാജു അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ആനക്കര പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറായ ബഹുമാനപ്പെട്ട സജിത മേഡത്തെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ആനക്കര ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പറും PTA എക്സിക്യൂട്ടീവ് അംഗവുമായ ബഹുമാനപ്പെട്ട ശ്രീ സ്വാലിഹ് അവറുകളെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറായ ശ്രീ കൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന തൃത്താല സബ് ജില്ലയിലെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്ററായ ശ്രീ ഷാജീവ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീ സിദ്ദീഖ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന കൂടല്ലൂർ സ്കൂളിലെ ബഹുമാനപ്പെട്ട CRC കോർഡിനേറ്ററായ ഉഷ ബേബി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന കൂടല്ലൂർ സ്കൂളിലെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റായ ഹാരിഫ് നാലാമത്ത് അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്ന MPTA പ്രസിഡന്റ് ഫൗസിയ മേഡത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൂടല്ലൂർ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റായ ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സുജാത ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും എല്ലാ രക്ഷിതാക്കളെയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെയും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2021 ജൂൺ 1 നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറും തൃത്താല MLAയുമായ ശ്രീ MB രാജേഷിനെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായി സാദരം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു പുതിയ ഈ അധ്യയന വർഷാരംഭത്തിലും കോവിഡുമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ മനുഷ്യരാശിയുടെ യുദ്ധം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അധ്യയന വർഷവും ആരംഭിക്കുന്നത് ഓൺലൈനായിട്ടാണ്. എന്നാൽ എത്രയും വേഗം സാധാരണ നിലയിൽ ജീവിതം പുനഃസ്ഥാപിക്കാനാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്ക്ഡൗണും കോവിഡും എല്ലാം മാറി കാര്യങ്ങൾ സാധാരണ നിലയിലെത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ സ്കൂളിലെത്താനും തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറെക്കാലമായി കാണാത്തവരെ നേരിട്ട് കാണാനും, ഒപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാനും, അധ്യാപകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാണാനുമെല്ലാമുള്ള സാഹചര്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ
ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശദമായ ഉദ്ഘാടന പ്രസംഗം നടത്തിയ സ്പീക്കർക്ക് കൂടല്ലൂർ സ്കൂളിന്റെ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കട്ടെ. അടുത്തത് നമ്മുടെ വർഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള നമ്മുടെ സംരംഭങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അത് ചെയ്യുക അല്ലാതെ മറ്റു നിവൃത്തി. ഓൺലൈനായിട്ടുള്ള നമ്മുടെ സംരംഭങ്ങൾ തുടങ്ങുകയാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അത് ചെയ്യുക അല്ലാതെ മറ്റു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ചെയ്യാൻ അവസരമുണ്ടായല്ലോ. ഈ തുള്ളിച്ചാടി സ്കൂൾ തുറക്കുന്ന സമയത്ത് ആവേശപൂർവ്വം സന്തോഷപൂർവ്വം സ്കൂളിലേക്ക് പോയ സമയം തന്നെ മാസങ്ങളോളമായി, അടുത്ത വർഷം തന്നെ എന്ന് പറയാം, അങ്ങനെയായിട്ടിപ്പോൾ അങ്ങനെ കഴിയായിരുന്നു. ഏതായിരുന്നാലും ശരി, ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് കൂടുതൽ നമ്മളാൽ ഒക്കെ കുറേയൊക്കെ സഹിക്കും. അതോടൊപ്പം തന്നെ വിപരീതമായ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിട്ട് പോകാമെന്ന് പഠിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത്, അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. ഏതായിരുന്നാലും ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ എല്ലാവിധ ഐശ്വര്യവും നേരുകയാണ്. ഈ ബുദ്ധിമുട്ട് പിടിച്ച അന്തരീക്ഷം വേഗം തന്നെ മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എല്ലാവിധ നന്മയും നേരുന്നു. നന്ദി, നമസ്കാരം. വരേണ്ട മക്കൾക്ക് അതിന് സാധിക്കാതെ വന്നിരിക്കുന്നു. പക്ഷെ നമുക്ക് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഈ പ്രതിസന്ധിയെ മറികടന്ന് ഏറ്റവും വേഗം സ്കൂളിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഏറ്റവും നന്നായി ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കാനും അതിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷം നമുക്ക് മൂലം സ്കൂളിൽ പോയി പഠിക്കുന്നതിനോ നമ്മുടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ നമ്മൾ സ്കൂളിൽ പോയി നന്നായി കളിക്കണമെന്നും പഠിക്കണമെന്നും ഒക്കെ തന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഓൺലൈൻ ഒപ്പം കളിക്കുന്നതിനും പഠിക്കുന്നതിനും ഒരുമിച്ചിരുന്ന് സൗഹൃദം സ്ഥാപിക്കുന്നതിനും ഒക്കെ തന്നെ സാധിക്കട്ടെ. ഒരു നല്ല അധ്യയന വർഷമായി ഈ അധ്യയന വർഷം മാറട്ടെ എന്ന് താങ്ക് യു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VP റെജീന ആശംസകൾ അർപ്പിച്ചതാണ് കേട്ടത്. ഇനി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അവർകളെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു.
അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഒന്നിച്ചിരിക്കുവാനും ആർത്തുല്ലസിച്ച് സ്കൂളുകളിൽ പോകുവാനും കഴിയാത്ത സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇത്തവണയും കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് നേരിട്ട് സ്കൂളിൽ പോകാനും അധ്യാപകരുമായി സംവദിച്ചുകൊണ്ട് ക്ലാസുകളിൽ പങ്കെടുക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഓൺലൈൻ പ്രവേശനോത്സവവും ഓൺലൈൻ ക്ലാസുകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉയരങ്ങളിലെത്താനും ഉന്നത വിജയം നേടാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വരും വർഷങ്ങളിൽ ഇത്തരം മഹാമാരിയിൽ നിന്നും മോചിതരായി നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അക്ഷരവട്ടത്തിലേക്ക് ഇറങ്ങുന്ന പ്രീ KG മുതൽ അധ്യയന വർഷം അവസാനിക്കാറായ +2 വിദ്യാർത്ഥികൾ വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതമോതുന്നു. ആശംസകൾ അർപ്പിക്കാനായി എത്തിച്ചേർന്ന ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. മുഹമ്മദ് അവർക്ക് നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ താല്പര്യത്തോടെ സ്കൂളിന്റെ അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അടുത്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറെ ആശംസകൾ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഷാനിബ ടീച്ചർ ലൈനിലുണ്ടോ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ. ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ലിങ്ക് കണ്ടിട്ടുണ്ട്. ആനക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റൂബിയ റഹ്മാനെ ആശംസകൾ അർപ്പിക്കാനായി സാദരം ക്ഷണിക്കുന്നു. കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി K. ബിനുമോളെ ആശംസകൾ അറിയിക്കാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷവും നമ്മുടെ പ്രവേശനോത്സവം ഓൺലൈനായി ആരംഭിക്കുകയാണ്. ഏറ്റവും നന്നായി കളിച്ച് ചിരിച്ച് വിദ്യാലയങ്ങളിലേക്ക് വരേണ്ട മക്കൾക്ക് അതിന് സാധിക്കാതെ വന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഈ പ്രതിസന്ധിയെ മറികടന്ന് ഏറ്റവും വേഗം സ്കൂളിലേക്ക് എത്താനുള്ള
നടപടിക്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഏറ്റവും നന്നായി ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കാനും അതിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിനുമോൾക്ക് നന്ദി അറിയിക്കട്ടെ. അടുത്തതായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനക്കര പഞ്ചായത്ത് ശ്രീ PC രാജു അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, അറിവിൻ്റെ ആദ്യക്ഷരം നുകരാൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നിങ്ങളോട് എന്തു പറയണമെന്ന് അറിയുന്നില്ല. കാരണം എത്ര പറഞ്ഞാലാണ് വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് പ്രവേശനോത്സവത്തിൽ പാറിക്കളിക്കേണ്ട നിങ്ങൾക്ക് ഓൺലൈൻ പഠനമുറിയിലെ ശബ്ദചിത്രമായി പ്രവേശനോത്സവം മാറേണ്ട ഇതിൻ്റെ വിഷമം തീർക്കാനാവുക. നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസം ആർജിക്കുക എന്നതിന് അതീവ താല്പര്യത്തോട് ഉത്സാഹത്തോടെ നെഞ്ചിലേറ്റുന്ന കുഞ്ഞുമക്കളോടും അവരുടെ രക്ഷിതാക്കളോടും എനിക്കൊന്നേ പറയാനുള്ളൂ: പ്രതീക്ഷകൾ കൈവെടിയാതെ സാഹചര്യങ്ങളോട് ആശംസകൾ അർപ്പിച്ച ആനക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PC രാജു അവർക്ക് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമ്മുടെ കൂടുതൽ സ്കൂളിന്റെ വികസനത്തിന് എന്നും നമ്മോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ശ്രീ MT ഗീതേച്ചി അവർകളെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീമതി റാണി ടീച്ചർ, കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീമതി ശകുന്തള ടീച്ചർ ഉൾപ്പെടെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവനും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 2021-22 അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ 2020-21 അധ്യയന വർഷം ഇതുപോലെ തന്നെ നമുക്ക് പ്രവേശനോത്സവം നടത്താൻ സാധ്യമാകാതെ വന്നു. അന്നൊരു സാഹചര്യത്തില് കോവിഡ് എന്ന മഹാമാരി അന്ന് നമ്മളെ പിടിമുറുക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു, ഒന്നാം തരംഗം നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോ നമ്മൾ വിചാരിച്ചിരുന്നു അതിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഈ ജൂൺ 1-ാം തീയതി എങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് പഠനം സാധ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ പ്രതീക്ഷകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് കോവിഡിന്റെ 2-ാം തരംഗം ഇവിടെ വളരെ രൂക്ഷമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ പഠനം മാത്രമേ സാധ്യമാകൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പ്രവേശനോത്സവം പോലും നമുക്ക് സ്കൂളിൽ വന്ന് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്തായാലും നമുക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. കാരണം നമ്മൾ ഏത് മഹാമാരി വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പഠനത്തെ അത് ബാധിക്കരുത് എന്ന സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ സർക്കാരും അതുപോലെ വിദ്യാലയത്തിലെ അധ്യാപകരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം വളരെ ഭംഗിയായിട്ട് ഓൺലൈനിലൂടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിലെങ്കിലും ഈ മഹാമാരി നാട്ടിൽ നിന്ന് പോയി നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടിലെ നമ്മൾക്ക് എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാനും നമുക്ക് പരസ്പരം ഒന്ന് കണ്ടുമുട്ടാൻ പോലും സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കൾ വളരെയധികം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വീട്ടിൽ പറഞ്ഞത് കേൾക്കുന്നില്ല. കാരണം അവരെയും പറഞ്ഞിട്ട് സുഹൃത്തുക്കളോടൊപ്പം വിദ്യാലയത്തിൽ വന്ന് ഓടിച്ചാടി നടക്കേണ്ട ഈ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠനം നടത്തുമ്പോൾ പഠനമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ അവരവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ഓടിച്ചാടി നടന്ന് കളിക്കേണ്ട ഈ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുമ്പോൾ അവരെല്ലാവരും ഒരു ഫ്രസ്ട്രേഷനിലാണ്. നമുക്കറിയാം. ഈ സാഹചര്യത്തെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി ഈ അധ്യയന വർഷത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴെങ്കിലും ഇതിൽ നിന്നൊക്കെ മുക്തരാവാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ MT ഗീതേച്ചിയുടെ ആശംസാ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അടുത്തതായി സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. കൊച്ചു കൂട്ടുകാരുടെ കുറച്ച് കലാപ്രകടനങ്ങൾ നമുക്ക് കണ്ടാലോ? ജാതിക്കും മതത്തിനും അപ്പുറം കലയുടെ വികാസം അതിരുകളില്ലാത്ത ആസ്വാദനത്തിലൂടെയാണെന്ന് നമ്മുടെ ൂരിന്റെ കലാകാരൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാരി നിഹാരിക അവതരിപ്പിക്കുന്ന ഒരു കഥ കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കഥയാണ്. അമേരിക്കൻ എഴുത്തുകാരനായ P.D. ഈസ്റ്റ്മാൻ രചിച്ച ആർ യു മൈ മദർ എന്ന കഥയാണിത്. ഈ കഥ ഒരു ചിത്രകഥാ രൂപത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കഥ പറയാം. അമ്മ പക്ഷി അടയിരിക്കുകയാണ്. മുട്ട ചെറുതായി അനങ്ങാൻ തുടങ്ങി. ഓ, എൻ്റെ മുട്ട വിരിയാൻ സമയമായി. കുഞ്ഞിന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തീറ്റ കൊണ്ടുവരണം. പെട്ടെന്ന് തിരിച്ചു വരാം. അമ്മ പക്ഷി പറന്നുപോയി. മുട്ട ചെറുതായി അനങ്ങാൻ തുടങ്ങി. അത് തുള്ളി തുള്ളി. അതാ കുഞ്ഞിപ്പക്ഷി പുറത്തു വന്നു. എൻ്റെ അമ്മ എവിടെ? അവൻ നോക്കി. ആദ്യം മുകളിൽ കണ്ടില്ല, പിന്നെ താഴെ കണ്ടില്ല. എന്നാ പിന്നെ നോക്കിയിട്ട് വരാം. അവൻ താഴത്തേക്ക് ചാടി. താഴെ 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 താഴെ. അവൻ താഴത്തെത്തി. അവന് പറക്കാൻ കഴിയില്ല, പക്ഷേ നടക്കാം. ഞാൻ പോയി അമ്മയെ കണ്ടുപിടിക്കട്ടെ. അവൻ്റെ അമ്മയുടെ രൂപം പോലും അറിയില്ല. അവൻ അമ്മയെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അവൻ ഒരു പൂച്ചക്കരികിലെത്തി. നിങ്ങൾ എൻ്റെ അമ്മയാണോ? കുഞ്ഞിപ്പക്ഷിയുടെ ചോദ്യം കേട്ട് പൂച്ച കണ്ണു മിഴിച്ചു നോക്കി. ഞാൻ നിന്റെ അമ്മയല്ല, പൂച്ച പറഞ്ഞു. പിന്നെ അവൻ കണ്ടത് ഒരു കോഴിയെയാണ്. നിങ്ങൾ എൻ്റെ അമ്മയാണോ? അല്ലേ അല്ല, കോഴി പറഞ്ഞു. പൂച്ച അവൻ്റെ അമ്മയല്ല, കോഴിയും അവൻ്റെ അമ്മയല്ല. നടന്ന് നടന്ന് അവൻ ഒരു നായയുടെ അരികിലെത്തി. നിങ്ങൾ എൻ്റെ അമ്മയാണോ? അവൻ നായയോട് ചോദിച്ചു. ബൗ ബൗ, ഞാനൊരു നായയാണ്, നിന്റെ അമ്മയല്ല, നായ പറഞ്ഞു. പൂച്ചയും അവൻ്റെ അമ്മയല്ല, കോഴിയും അവൻ്റെ അമ്മയല്ല, നായയും അവൻ്റെ അമ്മയല്ല. അവൻ വീണ്ടും നടന്നു. അതാ അവിടെ ഒരാൾ. കുഞ്ഞിപ്പക്ഷി ഓടിച്ചെന്നു. നിങ്ങൾ എൻ്റെ അമ്മയാണോ? ഞാൻ എങ്ങനെ നിന്റെ അമ്മയാവും? ഞാൻ ഒരു പശുവാണ്. പശു അമ്മ പറഞ്ഞു. പൂച്ച അമ്മയല്ല, കോഴി അമ്മയല്ല, നായ അമ്മയല്ല, പശു അമ്മയല്ല. ഇനി എനിക്ക് അമ്മയില്ലേ? തീർച്ചയായും ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ അവൻ നടന്നില്ല, ഓടി ഓടി ഓടി. അതാ ഒരു കാർ.
അത് എൻ്റെ അമ്മയല്ല. അവൻ പിന്നെയും ഓടി. അതാ താഴെ 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 ഒരു ബോട്ട്. അവൻ ഉറക്കെ വിളിച്ചു, നിർത്തൂ 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 നിർത്തൂ. ബോട്ട് പക്ഷേ സ്പീഡിൽ പോയി. അതെൻ്റെ അമ്മയല്ല, അതാണ് എൻ്റെ വിളി കേൾക്കാതെ പോയത്. അതാ ആകാശത്തൊരു ശബ്ദം. അതാ അതാ എൻ്റെ അമ്മ. അമ്മേ അമ്മേ. പക്ഷേ പ്ലെയിൻ പറന്നുപോയി. അതും എൻ്റെ അമ്മയല്ല. കുഞ്ഞിപ്പക്ഷി കരഞ്ഞുപോയി. പിന്നെ കുഞ്ഞിപ്പക്ഷി വലിയൊരു രൂപമാണ് കണ്ടത്. ഇനി അതാവുമോ എൻ്റെ അമ്മ? അവൻ അതിനടുത്ത് ചെന്നു. ഓടി ചെന്ന് അതിൽ ചാടിക്കേറി. അമ്മേ അമ്മേ. ക്രെയിൻ അത് കേട്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ ക്രെയിനാണ്, നിന്റെ അമ്മയല്ല. നീയും എൻ്റെ അമ്മയല്ലേ? കുഞ്ഞിപ്പക്ഷി വിഷമിച്ചു. ക്രെയിൻ മെല്ലെ പൊന്താൻ തുടങ്ങി. നിർത്ത് നിർത്ത്, കുഞ്ഞിപ്പക്ഷി പറഞ്ഞു. ഹേയ്, ഇതെന്താണ്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ക്രെയിൻ ഒന്നും മിണ്ടാതെ കുഞ്ഞിപ്പക്ഷിയെയും കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. എനിക്കെന്റെ വീട്ടിൽ പോണം, എനിക്കെന്റെ അമ്മയെ കാണണം. ക്രെയിൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് ഉയർന്നു. അയ്യോ രക്ഷിക്കൂ, എനിക്കെന്റെ അമ്മയെ കാണണം. പക്ഷേ ക്രെയിൻ അതിൻ്റെ കൈ ഉയർത്തി ഉയർത്തി മരത്തിൻ്റെ അടുത്തെത്തി. ക്രെയിൻ അവനെ മരത്തിലെ കൂട്ടിലാക്കി. ഹായ്, ഞാനിതെവിടെയാ? അപ്പോഴേക്കും അമ്മ പക്ഷി പറന്നെത്തി. നിനക്കെന്നെ അറിയുമോ? അമ്മ പക്ഷി ചോദിച്ചു. എനിക്കറിയാം, നീ ഒരു പൂച്ചയല്ല, കോഴിയല്ല, നായയല്ല, പശുവല്ല, ബോട്ടും പ്ലെയിനും ഒന്നുമല്ല, ഒരു പക്ഷിയാണ്, എൻ്റെ അമ്മയാണ്. ഐ ലവ് യു അമ്മ. കുഞ്ഞിപ്പക്ഷിക്ക് സന്തോഷം. കഥ കേട്ടില്ലേ എല്ലാവരും? ഇനി ആശംസകൾ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറെ സാദരം ക്ഷണിക്കുകയാണ്. ഷാനിബ ടീച്ചർ ലൈനിലുണ്ടോ? ഹലോ ഹലോ. ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ത്തിലെ വാർഡ് മെമ്പർ നമ്മുടെ സാലിക്കയെ സാദരം ക്ഷണിക്കുകയാണ്. ഹലോ ഹലോ, കേൾക്കണ്ട? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടല്ലേ? പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ, അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ സ്പീക്കർ ശ്രീ എം പി രാജേഷ് ഉൾപ്പെടെ ഈ വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ, ജനപ്രതിനിധികളെ, വിദ്യാർത്ഥികളെ, PTA MTA ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് എങ്ങനെയാണോ അതുപോലെയാണ് ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം. ഇന്നു മുന്നിലേ തുടങ്ങിയ ഒരു ബന്ധമല്ല. ഈ സ്കൂൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്കും ഈ സ്കൂളുമായുള്ള ബന്ധം അങ്ങനെയാണ്. എന്തായാലും നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ ഇതിനിടക്ക് AJB സ്കൂളിന്റെ പരിപാടി അതുപോലെ തന്നെ ഓൺലൈനിലുള്ള പ്രശ്നം മൂലം മുഴുവനായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും
നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു അതിഥിയായി വന്നു നിൽക്കേണ്ട ഒരാളല്ല ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു വലിയ പ്രവർത്തികളും സംവാദം ഇല്ലാതെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിലെ അധ്യാപകർ അവർ വിദ്യാർത്ഥികൾക്ക് അല്ലാതെ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടേറെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ നമുക്കൊരു ആശങ്കയുമില്ല. മഹാമാരി മാറാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മഹാമാരിയുമായി പ്രതിരോധിക്കാനുള്ള കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനവുമായിട്ടൊക്കെ കേരള സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നിങ്ങൾ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരെല്ലാം നമ്മുടെ ഈ മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഈ മഹാമാരിയൊക്കെ മാറി നല്ല രീതിയിൽ പഴയ കാലഘട്ടത്തിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഭാവി പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം എന്നും ഒരു വലിയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ സ്കൂളിൽ വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കൂടല്ലൂർ സ്കൂളിന്റെ വാർഡ് മെമ്പർ കൂടിയായ സാലിക്കയുടെ ആശംസാ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഇന്നും കൂടല്ലൂർ സ്കൂളിനോട് കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വാക്കു തന്നിരിക്കുകയാണ്. അടുത്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. റാണി ടീച്ചർ, ഷാനിബ ടീച്ചർ ലീവായി തോന്നുന്നുണ്ട്, ഇതിൽ കാണുന്നില്ല. ഓക്കെ, അടുത്തത് 8th B ക്ലാസ്സിലെ സ്വാതിയുടെ ലളിത മനോഹരമായ ഒരു ഗാനം കേൾക്കാം. ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും തണുവലിയും ഈരൻ കാറ്റിൽ ഇളയാടും കുളിരിലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുനിറ വീഴുന്നോരിനിയ നാടിനാ കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കതിരിലും മണ്ണു തിരുമണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോളം പച്ചവള പൊന്നും തെളിക്കൊലസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയായി കൊറ്റികൾ പകൽ നീളെ കിന കാണും മൊട്ടിടും അനുരാഗക്കരൾ പോലെ പെണ്ണിൻ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാരൻ കതിരിടും സ്വർണ്ണമണി നിറമോ കണ്ണിനു കനിയാകും നിറ പറയൂ പെണ്ണാളും കൊഴുവരും കറ്റ നിറം പൊലിയായി നല്ലറ നിറയണം മനസ്സുപോലെ
ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലയും ഈറൻ കാറ്റിൽ ഇളയാറിൽ ഇളയാടും കുളിരിലാവും നാട് സ്വാതി അവതരിപ്പിച്ച ലളിതഗാനം എല്ലാവരും കേട്ടല്ലോ. അടുത്തത് ആശംസകൾ അർപ്പിക്കാനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മള് ഒരു കോവിഡ് മഹാമാരിയുടെ ദുരിതത്തിലായിട്ട് വീട്ടിലിരുന്നിട്ട് 1 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യയന വർഷത്തിനാണ് നമ്മൾ തുടക്കമിടുന്നത്. ഇത്തവണയും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ തന്നെയാണ് ഈ പഠന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഒരു പൂർണ്ണ പിന്തുണ കുട്ടികൾക്ക് വേണം. അവരെ മാനസികമായി പിന്തുണച്ച് അവരോടൊപ്പം നിന്ന് അവരെ സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ കോവിഡിന്റെ ദുരിതകാലം എത്രയും പെട്ടെന്ന് അകന്നാണ്. നമുക്ക് പണ്ടതുപോലെ തന്നെ ക്ലാസുകളിൽ ഇരുന്ന് പഠന പ്രവർത്തനങ്ങൾ നടത്താൻ ടീച്ചറോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒന്നിച്ചിരുന്ന് പഠിച്ചും രസിച്ചും സ്കൂളിൽ പഴയ പോലെ ചേരാമെന്ന് ആശംസിക്കുകയാണ്. കൂടല്ലൂര് ഹൈസ്കൂൾ നടത്തുന്ന ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചറുടെ ആശംസ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. എല്ലാ ടീച്ചർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തത് 10th ബിയിലെ അക്ഷരയും 7th എയിലെ അഞ്ജനയും ചേർന്ന് അവതരിപ്പിക്കുന്ന വശ്യമനോഹരമായ നൃത്തച്ചുവടുകൾ എല്ലാവരും കാണൂ. പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കാണും ഒത്തിടും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കടുവലിയും ഈവൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്
നാടിൻ ഈണം ഏരനിരകളാടും ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. വളരെ മനോഹരമായ നൃത്തച്ചുവടുകൾ നമ്മൾ കണ്ടു. ഇനി 8C ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ റിയ അവതരിപ്പിക്കുന്ന ഹിന്ദി പദ്യം കേൾക്കൂ. नमस्कार। बूंद बूंद के मिलने से नमस्कार। बूंद बूंद के मिलने से बन जाता है सागर, सूत सूत के मिलने से बन जाती है चादर, बूंद बूंद के मिलने से बन जाता है सागर, सूत सूत के मिलने से बन जाती है चादर, मिनट मिनट ही तो मिलकर बन जाता है साथ, तन मन है तुम टटे रहे हल होंगे सभी सवार, मिनट मिनट ही तो मिलकर बन जाता है साथ, तन मन है तुम टटे रहे हल होंगे सभी सवार, बूंद बूंद के मिलने से बन जाता है सागर, सूत सूत के मिलने से बन जाती है चादर, पैसा 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 जोड़ो तो बन जाओगे धनवान, थोड़े थोड़े चलकर ही तो देख सकोगे हिंदुस्तान, पैसा पैसा जोड़ो तो बन जाओगे धनवान, थोड़ा थोड़ा चलकर ही तो देख सकोगे हिंदुस्तान, बूंद बूंद के मिलने से जाती है सागर, सूत सूत के मिलने से बन जाते हैं चादर, अच्छे अच्छे काम करो और प्यार और बात प्यारी प्यारी, देश हमारा झूम उठेगा नाच उठेगी धरती सारी, अच्छे अच्छे काम करो और बात प्यारी प्यारी, देश हमारा झूम उठेगा नाच उठेगी धरती सारी, बूंद बूंद के मिलने से बन जाता है सागर, सूत सूत के. ഫാത്തിമ റിയയുടെ ഹിന്ദി കവിത കേട്ടല്ലോ. ഇനി ആശംസകൾ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള പാലക്കാട് DDE അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. കോവിഡ്-19 പ്രതിസന്ധികൾക്കിടയിൽ തന്നെ പുതിയ ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നു. പുത്തനെടുപ്പും പുസ്തകസഞ്ചിയും കുടയും ചൂടി കുട്ടികളെ കൊണ്ട് മുഖരിതമാക്കേണ്ട സ്കൂൾ അന്തരീക്ഷം ഇന്ന് ശൂന്യമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ കുട്ടികൾ വീടുകളിൽ ഒതുങ്ങിക്കഴിയേണ്ട അവസ്ഥയിലാണ്. ഇപ്പോഴുള്ള ഈ ഒരു പ്രതിസന്ധി മാറി പഴയ ഒരു സ്കൂൾ അന്തരീക്ഷം സംജാതമാകുമെന്ന ശുഭപ്രതീക്ഷയോടെ പുതിയ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, ആശംസകൾ അർപ്പിച്ച പാലക്കാട് DDE സാറിന് സ്കൂളിൻ്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കട്ടെ. അടുത്തത് BRC തൃത്താല BPC മിസ്റ്റർ
ഷാജീവ് KB-യെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മറ്റു ജനപ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം കോവിഡ് എന്ന മഹാമാരിയുടെ രണ്ടാം വരവ് മൂലം കുട്ടികൾ സ്കൂളിൽ വന്ന് അധ്യാപകരുമായി നേരിട്ട് സംവദിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അതിനാൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ ഓൺലൈനായി പഠനം ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രവേശനോത്സവം ജൂൺ 1 നടക്കുകയാണ്. ഇതിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവിധ ആശംസകളും. ആശംസകൾ അർപ്പിച്ച തൃത്താല AEO സിദ്ദിഖ് സാറിന് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തത് ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. ഈണവും താളവും ഒത്തൊരുമിച്ച മലബാറിന്റെ തനതായ കലാരൂപം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അദ്നാൻ. മുതസ്റായിൽ അണഞ്ഞിടും മുമ്പേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ പൊന്നനബി തന്റെ റൗള ശരീഫും കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ. മലക്കുൽ മുതസ്റായിൽ തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനെ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാനെ ഇന്നോളമെന്നിൽ വന്ന പിഴകൾ ഇന്നോളമെന്നിൽ വന്ന പിഴകൾ മന്നാനെ നീ പൊറുത്തിയിടണേ. മലക്കുൽ മുതസ്റായിൽ അണഞ്ഞിടും മുമ്പേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ പൊന്നനബി തന്റെ റൗള ശരീഫും കണ്ണിന് കാട്ടിടണേ.
അത് ഞാൻ അവതരിപ്പിച്ച മനോഹരമായ മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു. ഈ ആശംസകൾ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള 6ാം വാർഡ് മെമ്പർ ശ്രീമതി സജിതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത അമൃതയുടെ മലയാള പദ്യം ചൊല്ലൽ കേൾക്കാം. പുതുതായി അമൃതയുടെ മലയാള പദ്യം ചൊല്ലൽ. താഴത്തു വരിക നീ പെരികെ തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും ശ്രീലമാം വസന്തത്തിൽ സന്ധ്യയായപ്പോൾ സ്വച്ഛ നീലമാം വാനം പൂക്ക പൂർണ്ണചന്ദ്രനെ നോക്കി ഓമനക്കിടാവിനെ മടിയിൽ കിടത്തിക്കൊണ്ടോ മണിച്ചമ്മയേവം കൊഞ്ചുന്നു മധുരമായി. ആരാമ പുഷ്പഗന്ധമേറ്റിക്കൊണ്ടിരുട്ടത്തു ചോരനെ പോലെയപ്പോൾ വരുന്നു മന്ദാനിലൻ. തെരുവിനൊരു ഭാഗം കുട്ടികൾ ആഹ്ലാദിച്ചു നിരുപദ്രവമായി ചിരിച്ചു കളിക്കുന്നു. ഉറങ്ങാതൊരു കുയിൽ മാന്തോപ്പിൻ നിഴൽ തന്നിലിരുന്ന് ലളിതമായി പാടുന്നു വിജനത്തിൽ. വരിക വാർത്തിങ്കളെ താഴത്തു വരിക നീ പെരികെ തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും. ഒരിക്കൽ ചന്ദ്രനെയും ഉടനെ തൻ്റെ കയ്യിലിരിക്കും തങ്കത്തെയുമായവൾ നോക്കിയിടുന്നു. ഹന്ത ചന്ദ്രനീ വിളി കേൾക്കാത്ത വണ്ണം തീരെ ശാന്തനായനങ്ങാതെ ചിരിച്ചു നിന്നിടുന്നു. ചിരിയാലിളം പൈതലമ്മ ചൊന്നതേ ചൊല്ലി വരിക വാർത്തിങ്കളെ താഴത്തു വരിക നീ. ആ നിര കണ്ടു താനേ മാതാവു ചിരിക്കുന്നു. പൂനിലാവൊളി ചിന്നും രാത്രിയും ചിരിക്കുന്നു. പൈതലിൻ പിതാവായ ധന്യനാം കവി ഞാനും പ്രീതനായി കൂട്ടമതു കണ്ടിതാ ചിരിക്കുന്നു. കൊച്ചു കൂട്ടുകാരി അമൃതയുടെ മലയാള പദ്യം എല്ലാവരും കേട്ടല്ലോ. ഇനി കൊച്ചു കൊച്ചു ചുവടുകൾ കൊണ്ട് നയനമനോഹരമായ നൃത്തം ശിവാനി അവതരിപ്പിക്കുന്ന നൃത്തം. വെള്ളരിപ്രാവ് വാക്ക്
ശിവാനി അവതരിപ്പിച്ച നൃത്തം എല്ലാവരും കണ്ടല്ലോ. ഇനി 6ബിയിലെ വൈഗ മനോജ് അമ്മ എഴുതിയ കവിത ചൊല്ലുന്നത് കേൾക്കാം. ഇനി നമുക്കകലാം ഇനിയുള്ള കാലമി ജീവന്റെ തിരിനാളമണയാതിരിക്കാൻ കരുതലായി എന്നും തണലായി മാറാൻ ഇനി ഈ കരങ്ങൾ ചേർത്തണയ്ക്കാതിരിക്കാം. ഇനി നമുക്കകലാം ഇനിയുള്ള കാലം ഈ ജീവന്റെ തിരിനാളമണയാതിരിക്കാൻ കരുതലായി എന്നും തണലായി മാറാൻ ഇനി ഈ കരങ്ങൾ ചേർത്തണയ്ക്കാതിരിക്കാം. വിങ്ങുന്ന മൗനത്തിൻ നൊമ്പര പൂക്കൾ ഒരു മുഖാവരണത്തിനാൽ മൂടി വച്ചിടാം. ഒരു നിഴൽ പാടുപോലുമില്ലാതെ ഈ കരതല ശുദ്ധി വരുത്തി നീ പോവുക. ഒറ്റ മുറിയിലിരുട്ടിന് കാവലായി ഞാൻ എൻ്റെ സാമൂഹിക ശരിദൂരം പാലിച്ചിരുന്നിടാം. ഒറ്റ മുറിയിലിരുട്ടിന് കാവലായി ഞാൻ എൻ്റെ സാമൂഹിക ശരിദൂരം പാലിച്ചിരുന്നിടാം. അവിടെ നീ രോഗിക്കു കാവലായി നാടിനു നന്മയായി ആ പെരും രോഗാണുവിനെ തച്ചു തകർക്കുക. അവിടെ നീ രോഗിക്കു കാവലായി നാടിനു നന്മയായി ആ പെരും രോഗാണുവിനെ തച്ചു തകർക്കുക. അകന്നാലും അകലത്തിരുന്നാലും നാം ഒന്നു ചേർന്നൊരു വിപ്ലവജ്വാലയായി മാറട്ടെ. അകന്നാലും അകലത്തിരുന്നാലും നാം ഒന്നു ചേർന്നൊരു വിപ്ലവജ്വാലയായി മാറട്ടെ. നമുക്കൊന്നിച്ചു തീർക്കാം ഒരു ചക്രവ്യൂഹം. നമുക്കൊന്നിച്ചു തീർക്കാം ചക്രവ്യൂഹം. പൊട്ടിച്ചകറ്റാം മഹാമാരിതൻ ചങ്ങലക്കണ്ണികൾ. പൊട്ടിച്ചകറ്റാം മഹാമാരിതൻ ചങ്ങലക്കണ്ണികൾ. നന്ദി, നമസ്കാരം. ഇനി നമുക്കകലാം. കൊച്ചു കൂട്ടുകാരി വൈഗ അമ്മ എഴുതിയ കവിത ചൊല്ലിയത് എല്ലാവരും കേട്ടല്ലോ. ഇനി കൂടല്ലൂർ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ ആരിഫ് നാലകത്തിന് ആശംസകൾ അറിയിക്കാനായി ക്ഷണിക്കുന്നു. റാണി ഒറ്റ മിനിറ്റ്, അടുത്ത വിളിക്കാം റാണി കേട്ടോ. നെക്സ്റ്റ് വിളിക്കാം. ഓക്കെ. കൂടല്ലൂർ സ്കൂളിന്റെ MPTA പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ താത്തയെ ആശംസകൾ അറിയിക്കാനായി ക്ഷണിക്കുന്നു. ഫൗസിയാത്ത ഓൺലൈനിലല്ലേ? ഫൗസിയാത്ത ഓൺലൈനിലുണ്ടോ? ഓക്കെ പറഞ്ഞോളൂ. ഓൺലൈൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത സ്പീക്കർ എം. രാജേഷ്, പ്രധാന അധ്യാപിക ശകുന്തള ടീച്ചർ, പിന്നെ മറ്റ് വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, PTM TSMC ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഈ വർഷവും നമുക്ക് കോവിഡ് എന്ന മഹാമാരി കാരണം സ്കൂളുകൾ
തുറക്കാനും കുട്ടികൾ സ്കൂളുകൾക്ക് വരാനും കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യവും ഓൺലൈനായിട്ട് തന്നെയാണ് പ്രവേശനോത്സവവും ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോട് കൂടെയുള്ള നമ്മുടെ ഫൗസിയാത്തയ്ക്ക് നന്ദി അറിയിക്കട്ടെ. ഇനി കൊച്ചുമിടുക്കൻ്റെ കരകൗശല വിരുത് കാണാം. 5ലേക്ക് വന്നിട്ടുള്ള കൃഷ്ണദ്വൈപായൻ അവതരിപ്പിക്കുന്ന ക്ലേ മോഡലിംഗ് കാണൂ.
കൊച്ചു കൂട്ടുകാരൻ്റെ കരവിരുത് കണ്ടില്ലേ? നല്ലൊരു ഭാവി കുട്ടിക്കുണ്ടാവട്ടെ. അടുത്തത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ ആരിഫ് നാലകത്തിനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ മറ്റു ക്ലാസ്സുകളുടെയും പഠനം, അതിൻ്റെ റിസൾട്ട്, നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായി കാരണം ഇന്ന് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടികളുടെ പഠനത്തിന് അവരുടെ മികവനുസരിച്ച്, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ അവർക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട നല്ല അധ്യാപകരുടെ ഒരു കൂട്ടായ്മ തന്നെ നമ്മുടെ സ്കൂളിനുണ്ട്. തീർത്തും അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ. അവരുടെ എത്ര അഭിനന്ദിച്ചാലും ഈ പ്രവേശനോത്സവ സമയത്ത് മതിവരില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. എങ്കിലും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏറെ പ്രയാസം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് അവരുടെ സുഹൃത്തുക്കളുമായിട്ടും അധ്യാപകരുമായിട്ടുള്ള സൗഹൃദത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നേടാൻ അവർക്കിന്ന് സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ ക്ലാസ്സിലൂടെ ഒരു ചെറിയ സമാധാനം എന്ന നിലയ്ക്ക് നല്ല രീതിയിലുള്ള പഠനം കൂടി നമ്മുടെ സ്കൂളിൽ നിന്ന് അവർക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ മഹാമാരി എത്രയും പെട്ടെന്ന് തന്നെ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാലയത്തിൽ ചെന്ന് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം അവരുടെ ക്ലാസ്സിലിരുന്ന് അധ്യാപകരുമൊത്ത് നല്ല രീതിയിലുള്ള ഒരു പഠനം കൈവരിക്കാൻ നാളുകളിൽ അവർക്ക് സാധ്യമാകട്ടെ എന്നാണ് ഞങ്ങൾ PTA-യും അതേപോലെയുള്ള അധ്യാപകരും നമ്മുടെ നാടും എല്ലാവരും നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവേശനോത്സവം ഈ ഓൺലൈനിലൂടെ നമുക്കിന്ന് കാണാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഈ കുട്ടികളുടെ എല്ലാവിധ പ്രോത്സാഹനത്തിനും വേണ്ടി നിങ്ങളുടെ കഴിവുറ്റ പ്രയത്നം ഈ സ്ഥാപനത്തിന് വേണമെന്നാണ് ഈ പ്രവേശനോത്സവത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ പ്രവേശനോത്സവത്തിന് എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ട ആശംസകൾ അറിയിച്ച നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ്, എന്തിനും എല്ലാത്തിനും നമ്മളോട് കൂടെ എപ്പോഴുമുള്ള നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹത്തിന് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തത് 9B ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയയുടെ ലളിതഗാനം. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളെ ചൊല്ലൂ, താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ. ചില്ലുനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണുന്നല്ലേ. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോ
ലഹരി രാവിൽ നിറ പറയൊരുക്കുന്നുവോ പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ ശ്രാവണവും നിൻ വാസന്തവും എന്നുടൽ ചേരുമൊന്നല്ലേ പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു തിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. കൃഷ്ണപ്രിയ അവതരിപ്പിച്ച ലളിതഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി 10th ബിയിലെ സ്നേഹ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും ചെന്തേങ്ങ നിറമില്ലേലും ചെന്തമര കവിടില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം കൂരയാണേ മേഞ്ഞതില്ല പുരയിടവും ബോധിച്ചില്ല എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം കൂരയാണേ മേഞ്ഞതില്ല പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ആണൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. സ്നേഹ അവതരിപ്പിച്ച മനോഹരമായ നാടൻ പാട്ട് കേട്ടല്ലോ. ഇനി ആറാം ക്ലാസ്സിലെ ജിൻസി അവതരിപ്പിക്കുന്ന ലളിതഗാനം. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ
കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയ, തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയ, തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കരളിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ജിൻസി അവതരിപ്പിച്ച ലളിതഗാനം എല്ലാവരും കേട്ടല്ലോ. ഇനി നയനമനോഹരമായ ചടുലമായ ചുവടുകളുമായി നടന വിസ്മയം തീർക്കുകയാണ് അനാമിക നയന്തിയെ. വശ്യമനോഹരമായ അനാമികയുടെ ചുവടുകൾ നമ്മൾ കണ്ടു. ഇനി സീനിയർ അസിസ്റ്റന്റ്, കൂടല്ലൂർ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് സുജാത ടീച്ചറെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2021-22 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സാന്നിധ്യം കൊണ്ടും സന്ദേശങ്ങൾ കൈമാറിയും ഈ ചടങ്ങിനെ ധന്യമാക്കിയ എല്ലാവർക്കും നമസ്കാരം. ഓരോ വർഷവും 100% വിജയത്തിളക്കവുമായി മികവിന്റെ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അക്ഷരപുണ്യം നുകരാനെത്തിയ എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഓരോ പുതുവർഷവും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുതിയ പ്രതീക്ഷകളുമായി ഉത്സാഹത്തോടെ സ്കൂളിലെത്തുന്ന കുട്ടികൾ, അതുതന്നെയാണ് ഓരോ പ്രവേശനോത്സവത്തെയും ഉത്സവം തന്നെയാക്കി മാറ്റുന്നത്. അവരുടെ വീടുകളിലെ അധ്യാപകർ സന്തോഷവും. എന്നാൽ ഇന്ന് ഇങ്ങനെയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രവേശനോത്സവം വെർച്വലായി നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സ്കൂളിന്റെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് നടത്തേണ്ട പഠനം അധ്യാപകരോടും കുട്ടികളോടും കൂട്ടുകാരോടും സമൂഹത്തോടും പ്രതികരിച്ച് സംവദിച്ച് കൊണ്ടും കൊടുത്തും നേടേണ്ട അറിവുകളിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കുട്ടിയും വിവരങ്ങൾ, തിരിച്ചറിവുകൾ നേടുന്നത്. അത് ഈ ഓൺലൈൻ പഠനം കൊണ്ട് എത്ര കണ്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പു തരാനാവില്ല.
എങ്കിലും നമ്മുടെയൊക്കെ കൂട്ടായ്മ കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഈ എല്ലാ സാഹചര്യങ്ങളും മാറി സ്കൂളിലേക്ക് എല്ലാവർക്കും തിരിച്ചെത്താനാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ ചടങ്ങിന് നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ സ്കൂൾ പ്രവേശനോത്സവം, വെർച്വൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ MP രാജേഷ്, നിയമസഭാ സ്പീക്കറാണ് ബഹുമാനപ്പെട്ട MP രാജേഷ്, നമ്മുടെ തൃത്താലയുടെ പ്രിയപ്പെട്ട MLA കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്കൂളിന്റെ പേരിൽ സാദരം എല്ലാ തെറ്റുകളും അറിയിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായി ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയത് ശ്രീ ET മുഹമ്മദ് ബഷീറാണ്. MP ആയ ശ്രീ ET മുഹമ്മദ് ബഷീർ നമ്മുടെ ഈ പുതുവത്സരത്തിൽ നമുക്ക് സന്ദേശങ്ങൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ സാദരം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം അറിയിച്ചത് നമ്മുടെ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് ആയ ശകുന്തള ടീച്ചറാണ്. മുന്നേറ്റങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർക്കും ഞാൻ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിന് നിരവധി ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും ആശംസകൾ അർപ്പിച്ചിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VP റജീന ആശംസ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. അവർക്കും ഞാൻ എന്റെ സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. അണക്കര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്കൂളിന്റെ എല്ലാ വികസന മുന്നേറ്റങ്ങൾക്കും എന്നും എപ്പോഴും ഒപ്പം നിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ്, അദ്ദേഹവും നമ്മളോട് സന്ദേശം അറിയിച്ചുകൊണ്ട് സംസാരിച്ചു, ആശംസകൾ അർപ്പിച്ചു. അദ്ദേഹത്തിനും ഞാൻ സ്കൂളിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷാനിബ ടീച്ചർ ഈ പുതുവർഷത്തിൽ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഷാനിബ ടീച്ചർക്കും സ്കൂളിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റുബിയ റഹ്മാൻ നമ്മുടെ സ്കൂളിന്റെ ഈ പുതുവർഷത്തിൽ നമുക്ക് ആശംസകൾ അർപ്പിച്ചു. അവർക്കും ഞാൻ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MT ഗീത നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിരുന്നു. നമ്മുടെ സ്കൂളിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായി നിൽക്കുന്ന ശ്രീമതി MT ഗീത നമ്മളോട് സന്ദേശം അവതരിപ്പിച്ചു, നമുക്ക് ആശംസകൾ അറിയിച്ചു. അവർക്ക് ഞാൻ സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC രാജു നമ്മളോട് ഈ പുതുവർഷത്തിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ചടങ്ങിനെ ധന്യമാക്കിയിരിക്കുന്നു. അവർക്കും ഞാൻ ഈ സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ വാർഡ് മെമ്പർമാർ സന്ദേശം അറിയിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. 6ാം വാർഡ് മെമ്പർ K സജിത, നമ്മുടെ 5ാം വാർഡ് മെമ്പർ സ്കൂളിന്റെ മെമ്പർ കൂടിയായ സാലി, നമ്മുടെ PTA അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പല വ്യക്തികളും നമ്മോട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ DDE കൃഷ്ണൻ സർ, AEO സിദ്ദിഖ് സർ, DPC ശ്രീ ഷാജി സർ, CRC ശ്രീ ഉഷ ബേബി തുടങ്ങി ഉദ്യോഗ തലങ്ങളിൽ നിന്ന്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഈ ചടങ്ങിന് ആശംസകൾ കൈമാറിയ എല്ലാവരും സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ PTA ഭാരവാഹികളാണ്. നമ്മോടൊപ്പം എന്നും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന നമ്മുടെ PTA ഭാരവാഹികൾ, PTA പ്രസിഡന്റ് ശ്രീ ഫാരിസ് നാലകത്ത്, എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൽ സജീവമായി എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റിന് എല്ലാ തരത്തിലുള്ള നന്ദിയും സ്കൂളിന്റെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ എപ്പോഴും നമ്മുടെ സ്കൂളിൽ എന്താവശ്യത്തിനും ഏത് സമയത്തും ലഭ്യമാണ്. നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MPTA പ്രസിഡന്റ് ഫൗസിയ ശ്രീമതി ഫൗസിയയ്ക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ SMC ചെയർമാൻ ശ്രീ സിദ്ദിഖ്,
നമ്മുടെ സ്കൂളിലെ PTA ഭാരവാഹികൾ എപ്പോഴും നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഏതവസരത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രവേശനോത്സവത്തെ വളരെ കലാവിരുന്നുകൊണ്ട് വർണ്ണാഭമാക്കിയ നമ്മുടെ കൊച്ചു കൂട്ടുകാരുണ്ട്. അനാമിക, അക്ഷര, അദ്നാൻ, അമൃത, ശിവാനി, വൈഗ, കൃഷ്ണപ്രിയ, സ്വാതി, കൃഷ്ണദ്വൈപായൻ, ഫാത്തിമ, റിയ, ജിൻസി, ടീച്ചർ പേര് പറയാത്ത കുറെ കുട്ടികൾ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്. ഇത് എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചടങ്ങിൽ തത്സമയം പങ്കെടുക്കാനായിട്ടില്ല എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് കാണുന്നതിന് യൂട്യൂബ് ചാനൽ വഴി ഇതിന്റെ സംപ്രേഷണം സാധ്യമാക്കിയ നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഉസാമ സാർ, ഫൈസൽ സാർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ തുടക്കം മുതൽ ഒടുക്കം വരെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും എല്ലാം നിർവഹിച്ച നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി പ്രിയപ്പെട്ട സജീവ് സാറിന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ഒരു കുട്ടികളുടെ കലാവിരുന്നും ഈ ഒരു പരിപാടിയും ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് റാണി ടീച്ചർക്കും പാർവതി ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരി നമ്മുടെ ഈ ചാനൽ കാണുകയും നമ്മുടെ സ്കൂളിന്റെ ഈ ഒരു വെർച്വൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ രക്ഷിതാക്കൾക്കും പങ്കെടുത്ത രക്ഷിതാക്കൾക്കും ഇനി വീട്ടിലിരുന്ന് ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി ആരെയെങ്കിലും പ്രത്യേകമായി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയോട് സഹകരിച്ച കൂടല്ലൂർ സ്കൂളിനോടൊപ്പം നിന്ന എല്ലാവർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നമ്മുടെ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.